നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാള് പക്ഷേ എന്നും ഇങ്ങനെ തന്നെ കഴിയില്ല. ഏതു വിധേനയും എല്ലാ സത്യങ്ങളും വിശാലിനെ അറിയിക്കും. അതുപോലെ തന്നെ അയാൾ ഒളിവിലിരുന്ന് നമ്മളെ കൊല്ലാൻ പദ്ധതികളിടും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന ശേഖരമേനോൻ പക തീർക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയായിരിക്കും. അതിനു മുൻപ് അയാളെ നമുക്ക് തീർക്കണം. അയാളെ കണ്ടുപിടിക്കാമെന്ന് നീ പറയാൻ തുടങ്ങിയിട്ട് എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ചേച്ചി, ശേഖരമേനോനെ കണ്ടുപിടിക്കാനായി പല ഭാഗത്തും ഞാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ദിവസവും കുറഞ്ഞതൊരു 40-50 തവണയെങ്കിലും അയാളുടെ നമ്പറിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാനും ഇടയ്ക്ക് ട്രൈ ചെയ്തിരുന്നു, എടുത്തില്ല. അയാൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതാപ. ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ ഞാൻ വിളിക്കും. ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം. ചേച്ചി, ഇവിടെ ഫോൺ ബെല്ലടിക്കുന്നില്ലേ? എവിടെയാ അത്? പ്രതാപ, നീ പോ നോക്ക്. ഇവിടെ അകത്ത് എവിടെയാ കേട്ടത്? എടോ, ഒന്ന് നിന്നേ. ആ ഫോണിങ് വന്നേ, ഇങ്ങോട്ട് താടോ. ചേച്ചി, ഇങ്ങനെ വന്നേ. ഇയാളുടെ ഫോണോ അടിച്ചേ? എടാ പ്രതാപ, അതിൽ എന്റെ നമ്പറാണോന്ന് നോക്കിയേ. മുത്തശ്ശ, ചായ റെഡി. ചായ ഞാൻ കൊണ്ടുവരട്ടെ? മുത്തശ്ശ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ആരാ എന്റെ ഫോൺ പിടിച്ചു വാങ്ങിയത്? പ്രതാപനാണോ? പ്രതാപ, ഫോണിങ് തന്നേ. ഫോൺ കൊടുത്തേക്ക് പ്രതാപ. ചേച്ചി, ഇയാള് ശേഖരമേനോനൊന്നുമല്ല, നമ്മൾ വെറുതെ സംശയിച്ചത്. ഗോപി സാറേ, സാറ് പേടിക്കണ്ട. ഞാൻ സാറിനോട് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നത്. എടോ, ഞാൻ ഈ കമ്പനിയുടെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം തനിക്കറിയില്ലേ? പ്രസിഡന്റിന്റെ ക്യാബിനറ്റിലേക്ക് കയറി വരുമ്പോ പാലിക്കേണ്ട മര്യാദ താൻ മറന്നുപോയി. ഗോപി സാറേ, ഒന്നും മറക്കുന്നവനല്ല ഈ ശേഖരൻ. സാറെന്തിനാ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. സാർ എന്നെ ഭയക്കേണ്ടതില്ല. അന്നും ഇന്നും ശേഖരൻ സാറിന്റെ വിശ്വസ്തൻ തന്നെയാ. ശ്രീദേവി മോള് കാനഡയിൽ നിന്നും വന്ന വിവരം സാർ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു കണക്കിന് ആ കുഞ്ഞ് വന്നാൽ നന്നായി എന്നേ ഞാൻ പറയൂ. ഒന്നും കാണാതെ ആ കുട്ടി ഇത്രയും ദൂരം വരില്ലല്ലോ. എന്തായാലും ശ്രീദേവി മോള് പാർവതി മോൾക്ക് നല്ല സപ്പോർട്ട് തന്നെ ആയിരിക്കും. പിന്നെ കമ്പനിയിലാകെ മാറ്റങ്ങൾ വരാൻ പോവുക. ഗോപി സാറിന്റെയും പ്രഭാവതി മാഡത്തിന്റെയും കാലാവധി കഴിയുകയാണ്. ഇനി കമ്പനി നയിക്കുന്നത് വിശാലും പാർവതിയും ചേർന്നായിരിക്കും. ഇതെല്ലാം ചിലപ്പോ ഇവിടെ ആരും സാറിനെ അറിയിച്ചെന്ന് വരില്ല. അതുകൊണ്ടാ ഞാനായിട്ട് സാറിനെ അറിയിച്ചത്. ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ സാർ. ശേഖര, ഇയാള് ശേഖരമേനോൻ എന്നല്ലേ പറഞ്ഞത്? ആ, അതെ, ഞാൻ ശേഖരമേനോൻ തന്നെയാ. എങ്കിൽ എനിക്ക് ആ പഴയ ശേഖരമേനോനെ ഒന്ന് കാണണം.
ശേഖരമേനോനെ. ഗോപി സാറേ, മേനോനെ, എന്തിനീ വേഷപ്പകർച്ച? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനീ വേഷപ്പകർച്ചയെന്ന്? കൊല്ലാനോ? ആരെ കൊല്ലുന്ന കാര്യമാ ശേഖരമേനോൻ പറയുന്നത്? പ്രഭാവതിയെ. പ്രഭാവതിയെയോ? എന്തിന്? അനുജത്തി വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഹലോ ഏട്ടാ. എന്താ ജാസ്മിൻ, എന്തിനാ നീ വിളിക്കണമെന്ന് പറഞ്ഞത്? ഏട്ടാ, എനിക്കിവിടെ ആകെ ക്ഷമ നശിച്ചിരിക്കുക. നീ കാര്യം പറ ജാസ്മിൻ. പാർവതി തന്നെയാ കാരണം. അവൾ എന്നും ഒരു തീരാ തലവേദനയാണല്ലോ. അവളെ തീർക്കാനായി ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നപ്പോ നീ അത് ഫ്ലോപ്പാക്കി കളഞ്ഞല്ലേ? അന്ന് ഞാനായിട്ട് ഫ്ലോപ്പാക്കിയതൊന്നും അല്ല, ഫ്ലോപ്പായി പോയതാ. അന്ന് മണിയില് ഞാൻ കൃത്യമായിട്ട് കറണ്ട് കടത്തി വിട്ടതായിരുന്നു. പക്ഷെ അവള് രക്ഷപ്പെട്ടു. ഷോക്കേറ്റത് എനിക്കും. ഇപ്പൊ എന്താ അവിടെ പുതിയ വിഷയം? മണിചന്ദ്രമാല. മണിചന്ദ്രമാലയോ? ആ, ഗായത്രി ദേവി അണിഞ്ഞിരുന്ന മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ പോവാ. അതിന്റെ വില എത്രയാന്ന് ഏട്ടന് അറിയാമോ? എത്രയാ? 3 കോടി. 3 കോടിയോ? ആ, 3 കോടി വില വരുന്ന മണിചന്ദ്രമാലയാ അവൾക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. അതവള് കഴുത്തിലിട്ട് കമ്പനിക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാ. നീ എന്തിനാ ജാസ്മിൻ ആ വീട്ടിൽ നിൽക്കുന്നത്? ഇന്ന് വരെ ആ വീട്ടിൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.